ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഒരു വിവാദമായിട്ടുള്ളൊരു സ്ഥലത്താണ്. അതായത് ഇപ്പൊ വിവാദമായ സ്ഥലമാണ്, കഠിനംകുളത്താണ്. നമ്മൾ ആതിര കൊലപാതക കേസ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ആ കൊലപാതകം നടന്ന വീടും ആതിരയുടെ ഹസ്ബൻഡ് ജോലി ചെയ്തിരുന്ന അമ്പലമൊക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അപ്പൊ അതൊന്ന് ആദ്യം കണ്ടു നോക്കേ. ഇതാണ് ഭരണിക്കാട് പാടിക്കവിളാകം ക്ഷേത്രം. കഠിനംകുളത്തുള്ള പാടിക്കവിളാകം ക്ഷേത്രമാണിത്. ഇവിടത്തെ പോറ്റിയാണ് ഈ കൊല്ലപ്പെട്ട ആതിരയുടെ ഭർത്താവ് രാജീവ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൊലപാതകം നടന്ന വീടാണ്. റോഡ് സൈഡാണ് വീട്, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ, അതായത് ആതിരയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് ഇവർ താമസിക്കുന്ന വീടും. നിങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രത്യേകം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫ്രണ്ട് ഗേറ്റ്, അമ്പലത്തിൻ്റെ ഗേറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റാണ്, കറക്റ്റ് ഓപ്പോസിറ്റാണ് ഈ കൊല നടന്ന വീടും. എൻ്റെ തറവാട്ട് വീട് കഠിനംകുളത്താണ്. അതുകൊണ്ട് പാടിക്കവിളാകം ക്ഷേത്രം പ്രിയപ്പെട്ടതാണ്. നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ എല്ലാ ഭക്തരെയും സ്വീകരിക്കുന്ന വളരെ ശാന്തനും സൗമ്യനുമായ ഒരാളാണ് ഈ രാജീവ് എന്ന് പറയുന്ന പോറ്റി. ഇത്രയും നല്ലൊരു മനുഷ്യനെ എങ്ങനെ വഞ്ചിക്കാൻ ഈ സ്ത്രീക്ക് തോന്നിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ, അതായത് എനിക്കൊരു 3-4 വയസ്സുള്ളപ്പോൾ തന്നെ ഈ പാടിക്കവിളാകത്ത് അമ്പലത്തിൽ പോറ്റിയായിട്ട് വന്നതാണ് ഈ രാജീവ് എന്ന് പറയുന്ന ആൾ. നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരനാണ് അദ്ദേഹം. ഇത്രയും വർഷം ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അദ്ദേഹത്തിൻ്റെ മേന്മ എന്താണെന്നുള്ളത്. ഒരു സൈലന്റ് മോഡാണ് ഈ ആതിരയ്ക്ക്. അതായത് പുറമേന്ന് നോക്കുമ്പോൾ ശാന്ത സൗമ്യ, അതായത് എന്താണ്, ഇതിൽ കൂടുതൽ നല്ല സുശീലയായിട്ടുള്ള പെൺകുട്ടി ലോകത്ത് വേറെ ആരും കാണില്ല എന്നുള്ള മട്ടിലാണ് പെരുമാറ്റം. എന്നിട്ട് കാണിച്ചു കൂട്ടിയത് മോശമായ പ്രവൃത്തികളും ഭർത്താവിനെ വഞ്ചിക്കൽ. അതും ഒരു സാധു മനുഷ്യനെ എങ്ങനെ വഞ്ചിക്കാൻ കഴിഞ്ഞോ എന്തോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല എങ്ങനെ പറ്റുന്നു എന്നുള്ളത്. എന്നാലും നമ്മൾ ഞെട്ടിപ്പോകും, ആതിര ഇങ്ങനെയാണോ എന്നുള്ള ഒരു മട്ടിലായിരുന്നു. മീൻസ് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കില്ല, നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെയാണല്ലോ ഈ കുട്ടി എന്നുള്ളത്. അങ്ങനെ ഒരു സമൂഹത്തിനു മുന്നിൽ അഭിനയിക്കുകയായിരുന്നു. സത്യമാണ്, അഭിനയിക്കുകയായിരുന്നു ആതിര. സ്വന്തം ഭർത്താവിനെയും കുടുംബത്തിനെയും എല്ലാം വഞ്ചിച്ച് എന്നിട്ട് ഇൻസ്റ്റഗ്രാമിലെ കെയറിങ് ചേട്ടായിമാരെ നോക്കി പോകുന്നവർക്ക് ഒരു ഉദാഹരണമാണ് ആതിരയുടെ കൊലപാതകം. സ്വന്തം കുട്ടിയെപ്പോലും ഒന്നും ഓർത്തില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? സ്വന്തം കുട്ടിയെപ്പോലും ഒന്നും ഓർത്തില്ലല്ലോ. 7 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്കിപ്പോൾ. അതിങ്ങി വളർന്ന് വലുതാകുമ്പോൾ തൻ്റെ അമ്മ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഇനി ഇത് മായ്ക്കാൻ പറ്റാത്തൊരു കറയാണ് അല്ലേ? അപ്പോൾ ആ കുട്ടിക്ക് എന്തുമാത്രം വിഷമം വരുമായിരിക്കും. ഇങ്ങനെയാണ് എൻ്റെ അമ്മ, അയ്യോ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് ആ കുട്ടിക്ക് എന്തുമാത്രം ഒരു ഡീമെറിറ്റ് തന്നെ ആയി പോകും ആ കുട്ടിക്കത്. ഇവരുടെ ഈ അവിഹിത ബന്ധത്തിൻ്റെ കഥ പൂജാരിക്കും അറിയാമായിരുന്നു നേരത്തെ. അത് പറഞ്ഞ് വിലക്കിയിട്ടുമുണ്ട്. അതൊക്കെ ന്യൂസിൽ കേട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യം അറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്തുമാത്രം വിഷമം അനുഭവിച്ചു കാണും, മാനസിക സമ്മർദ്ദം അനുഭവിച്ചു കാണും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു? കെയറിങ് ചേട്ടായിയെ നോക്കിപ്പോയ ആതിരയ്ക്ക് അവസാനം എന്ത് പറ്റി? നല്ല കഴുത്തറുപ്പ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.